ബത്തേരിയിൽ വൻ കുഴൽപ്പണവേട്ട. മതിയായ രേഖകളില്ലാതെ കാറിൽ കടത്തുകയായിരുന്ന 45 ലക്ഷം രൂപയുമായി രണ്ടുപേരാണ് പിടിയിലായത്. കോഴിക്കോട് മുക്കം സ്വദേശികളായ മുഹമ്മദ് റഹീം എന്നിവരാണ് പിടിയിലായത്. ഇന്നോവ ക്രിസ്റ്റയുടെ അടിഭാഗത്ത് രഹസ്യ അറയിലാണ് പണം സൂക്ഷിച്ചിരുന്നത്. ജയരാജ് ബത്തേരി ചേരുന്നു വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. ജയരാജ്, ഇത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് സമയമാണ്, പലയിടങ്ങളിലും പരിശോധനയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പശ്ചാത്തലത്തിൽ കൊണ്ടുവന്ന കുഴൽപ്പണമാണോ ഇത്? എന്താണ് പോലീസ് നൽകുന്ന വിവരം? ടോം, കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ നിന്നും ഈ കുഴൽപ്പണം പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ നിന്നും ഇന്നോവ ക്രിസ്റ്റ വണ്ടി പരിശോധിച്ചതിൽ നിന്നും ഈ കുഴൽപ്പണം കിട്ടുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെരച്ചിലുകളും നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ വാഹനങ്ങളും പരിശോധനകളും ഒക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് പോലും മുത്തങ്ങ നിന്നുള്ള ഒരു പരിശോധനയിലാണ് ഇത്തരത്തില് കിട്ടിയത്. എന്തായാലും ഈ പണം നഞ്ചൻകോട് നിന്നാണ് വന്നതെന്നാണ് അറിയുന്നത്. പ്രതികള് പോലീസിനോട് പറഞ്ഞത് അത് സ്വർണം വിറ്റ പണമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ക്രിസ്റ്റ വാഹനത്തിന്റെ രഹസ്യ അറയിൽ സൂക്ഷിച്ച രേഖയില്ലാത്ത ഏതാണ്ട് 45 ലക്ഷം രൂപയോളമാണ് ഇന്നലെ പോലീസ് പിടിച്ചെടുത്തത്. ഇതേ സംബന്ധിച്ച് തന്നെ കോഴിക്കോട് മുക്കം നീരേശ്വര സ്വദേശികളായ റഹീം, അതുപോലെ തന്നെ അഹമ്മദ് കുട്ടി എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള പണം ഏത് രീതിയിലാണ് എത്തിയതെന്നുള്ളത് ഒരു പക്ഷേ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. പക്ഷെ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് പണം സ്വർണം വിറ്റ് കൊണ്ടുവരുന്ന പണമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലൊരു രഹസ്യ അറയിൽ എങ്ങനെ സൂക്ഷിച്ചു എന്നുള്ളതും ഒരു ചോദ്യമാണ്. അതിന് വ്യക്തമായ രേഖകളില്ല ഈ പണത്തിന്. എന്തായാലും ഈ രണ്ടുപേരെ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് നിന്നാണ് പിടിച്ചിട്ടുള്ളത്. കൂടുതൽ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം ആയിരിക്കും ബാക്കി കാര്യങ്ങൾ നമുക്കറിയുക. യെസ്, ജയരാജ്, ഈ വ്യാപകമായ രീതിയിൽ ഇപ്പോൾ ഈ പണം കടത്തുന്നുണ്ട്. പോലീസ് പലയിടങ്ങളിലും പോലീസിൻ്റെ പരിശോധനയുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഇതിനു വേണ്ടി തന്നെ, അതായത് ഇന്നോവ ക്രിസ്റ്റ കാറിൻ്റെ അടിഭാഗത്ത് രഹസ്യ അറ നിർമ്മിക്കുന്നു, അതിൽ ഒളിപ്പിച്ച് പണം കടത്തുന്നു. അങ്ങനെയെങ്കിൽ ഈ കാറ് പതിവായി ഇതുപോലെ കുഴൽപ്പണം കടത്തുന്നതല്ലേ? അത് ആരാണ് ഇതിന് പിന്നിലെന്ന് ഉൾപ്പെടെയുള്ള വിശദമായൊരു അന്വേഷണം ആവശ്യമല്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസ് പോകുന്നത്, പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും ഇത്തരത്തിലുള്ള ചില കുഴപ്പങ്ങളൊക്കെ ഇവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏതാണ് ഇതിന്റെ ഒരു സോഴ്സ് എന്നുള്ളത് വ്യക്തമായി അന്വേഷിക്കും എന്നുള്ളത് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് കിട്ടിയത്. പക്ഷെ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇവര് സ്വർണം വിറ്റ കേസ് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ മുത്തങ്ങ ചെക്ക് പോസ്റ്റിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ഇതുപോലെയുള്ള കുഴൽപ്പണ കടത്തുകൾ നമ്മൾ ഇതിനു മുന്നേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോടികളുടെ തന്നെ പണം. പക്ഷെ ഇത് 45 ലക്ഷം രൂപയേ ഉള്ളൂ എന്നുള്ളതും അതുകൊണ്ട് തന്നെ ഈ കുഴൽപ്പണക്കാരെ സംബന്ധിച്ച് ഒരു നിസ്സാര തുകയാണ്. കാരണം ഇവിടെ തന്നെ കോടികളുടെ തുക പല സമയങ്ങളിലായി 3 മാസങ്ങൾക്ക് മുമ്പൊക്കെ. പക്ഷെ ഇത്തരത്തിലുള്ള ഇലക്ഷൻ ടൈമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫെസ്റ്റിവൽ സീസണിലൊക്കെയാണ് ഇത്തരത്തിലുള്ള പണം വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഏത് രീതിയിലുള്ള പണമാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള പണമാണെന്നുള്ളതൊക്കെ പോലീസിന്റെ അന്വേഷണം തന്നെ വ്യക്തമാകും. ഇപ്പോൾ നമുക്ക് കിട്ടിയത് വെച്ച് ഇന്ന് കോടതിയിൽ ഹാജരാക്കി അതിനുശേഷം അല്ലെങ്കിൽ തെളിവെടുപ്പിന് അങ്ങനെ കൊണ്ടുവരുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുക. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. യെസ്, വ്യക്തമാണ്. ജയരാജ് ബത്തേരിയാണ് വിവരങ്ങൾ നൽകിയത്. ബത്തേരിയിലാണ് വൻ കുഴൽപ്പണവേട്ട നടന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.